Okay. Good evening, okay. Hi, good evening. Are you ready to speak English now? I am not ready, sir. Why? Why you are not ready to speak in English with me? Not coming English. Yes, yeah, I Today. know this. Sometimes we will not get English. Yeah. On some days we will not get English. Yes, sir. Yes. That is not a problem. Now can I talk to you in Malayalam? Yes. Okay, No we are problem. going to speak in Malayalam. Yeah. ഇപ്പോൾ ഓക്കെ പറഞ്ഞില്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്കിന്ന് ഇംഗ്ലീഷ് പറയാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു. അത് കുഴപ്പമില്ല, അത് നിങ്ങളുടെ മാത്രം കുഴപ്പമില്ല. ഇതുപോലെ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്, എനിക്കും സംഭവിക്കാറുണ്ട്. ആണോ? നമ്മുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന ധാരാളം പേർക്ക് ഇത് സംഭവിക്കാറുണ്ട്. ചില ദിവസം ഇംഗ്ലീഷ് പറയാൻ കിട്ടില്ല, പറയാനായിട്ട് ഇങ്ങോട്ട് വരില്ല. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരുപാട് മേഖലകളിൽ ചില ആൾക്കാർക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല നന്നായിട്ട്. 2-3 എക്സാമ്പിൾ ഞാൻ പറയാം. ഈ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ചില ദിവസം നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. അവരുടെ അഭിനയം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ ഇന്ന് തകർത്ത് അഭിനയിച്ചു എന്ന് പറയും. അതുപോലെ ഗാനമേള ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങളുടെ ഗാനമേള ഉഗ്രനായിരുന്നു എന്ന് പറയും. ചില ദിവസം ആരും ഒന്നും വരില്ല അടുത്തേക്ക്. എന്താന്ന് വെച്ചാൽ അവരുടെ ഗാനമേള അത്ര ഗുണമുണ്ടായിരുന്നു. അപ്പൊ നാടകം, ഗാനമേള, പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ വേറെ എന്തൊക്കെ അല്ല, അതിപ്പോ പ്രസംഗിക്കുന്ന ആൾക്കാർ അതെ ചില ദിവസം അവർക്ക് അടിപൊളിയായിട്ട് പ്രസംഗിക്കാൻ പറ്റും, ചില ദിവസം ബാഡായി പോകും, വളരെ മോശമായി പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ പഠിക്കണ കുട്ടികൾ, ഭക്ഷണം ഉണ്ടാക്കണവര് ചില ദിവസം അല്ലേ ചില കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലല്ലേ പോളി ബിരിയാണി ഉണ്ടാന്ന് പറയും. പക്ഷെ അയാള് തന്നെ ഉണ്ടാക്കുന്ന വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോ ഇത് ബിരിയാണിയുടെ എന്ന് ചോദിക്കും. അപ്പൊ ഭക്ഷണമായാലും പഠനമായാലും പാട്ടായാലും കഥാപ്രസംഗമായാലും എന്തും പെർഫോമൻസ് എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. ഓഫീസിൽ തന്നെ ചില ദിവസം ബോസ് വന്നിട്ട് അപ്രിഷിയേറ്റ് ചെയ്യും, അടിപൊളി നിങ്ങളുടെ വർക്ക് നല്ല വർക്കാണ്ടാന്ന് പറയും. പക്ഷേ ചില ദിവസങ്ങളിലല്ലേ ആ ബോസിന്റെ തെറിയും കേൾക്കും. അപ്പൊ നമുക്ക് ഇനി തിരിച്ച് ഇംഗ്ലീഷിലേക്ക് വരാം. നിങ്ങൾക്ക് ഇന്ന് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു മൂഡില്ല, പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഐ ഹാവ് നോ മൂഡ്. You have no mood. Today you are not in a good mood. Yes. That is the reason why you cannot speak English. Today is no good day. എന്ന് പറഞ്ഞാൽ ഇന്ന് മോശം ദിവസമാണ്. This day is not good എന്ന് പറഞ്ഞാലും മതി. Today is a bad day എന്ന് പറയാം. അതാണ് ഞാൻ അന്വേഷിച്ചത്. Today is a bad day. That is a reason we are unable to speak English. So we can speak some other day. Okay. അപ്പോൾ മതി, ഇത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ചില ആൾക്കാർ എന്നോട് പറയും എനിക്ക് ഇന്ന് പറഞ്ഞിട്ട് കിട്ടണില്ല, പറയാൻ കിട്ടണില്ല എന്ന് പറയും. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നാളെ കിട്ടും. അല്ല, എനിക്ക് കിട്ടാത്തതിന് വേറൊരു കാരണവും കൂടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണ്? അത് വേറൊന്നുമല്ല, ഈ നിരന്തര സമ്പർക്കം ഉണ്ടെങ്കിലാണ്. നമ്മൾ ഇംഗ്ലീഷ് കാണാതെ പഠിക്കുന്നവരല്ല, കാണാതെ പഠിക്കാത്തവരാണ്. അപ്പം നിരന്തര സമ്പർക്കം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ പെർഫോമൻസിന് തടസ്സം വന്നിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ നിരന്തരം സമ്പർക്കം ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും പറ്റൂല. നമ്മൾ തിരക്കായിരിക്കും, ബിസി ആയിരിക്കും, പല കാരണങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ സമ്പർക്കം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമ്പോൾ പറഞ്ഞാൽ മതി, അല്ലാത്തപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.